ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ 4 നക്ഷത്രക്കാർക്ക് വളരെ കോടികൾ കയ്യിലേക്ക് വരുവാൻ, കോടിക്കണക്കിന് ധനം കയ്യിലേക്ക് വരുവാൻ, അല്ലെ കോടിക്കണക്കിന് സ്വത്തുകൾ കയ്യിലേക്ക് വരുവാൻ അധിക സമയമൊന്നും വേണ്ട. അതിന് ചില കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അത് ഏത് നക്ഷത്രക്കാരാണെന്ന് പറയുന്നുണ്ട്, അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് ചെയ്താൽ അവർക്ക് ജീവിതത്തിലേക്ക് വലിയ ലക്ഷങ്ങളായിക്കോട്ടെ, കോടികളായിക്കോട്ടെ, അല്ലെ വലിയ സമ്പത്തായിക്കോട്ടെ, അതൊന്നും വരാൻ അധികം സമയം വേണ്ട. ഈ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ ഈ 4 നക്ഷത്രക്കാർക്ക്, അതേ നക്ഷത്രക്കാരെന്ന് പറയുന്നുണ്ട്. ഇനി ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾക്കെല്ലാം അതിൻ്റെ ഗുണമുണ്ടാകും. ഈ പറയുന്ന 4 നക്ഷത്രക്കാർ, അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. ശിവപാദം തന്നെ സ്മരിച്ചുകൊണ്ട് ഞാനെല്ലാം പറയുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ ഇതൊക്കെ നോക്കാൻ താല്പര്യമുണ്ട്, വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതുപോലെ മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാനല്ലേ ചെയ്യാതിരിക്കാം. എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങളും, പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ. ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല, അത് ശിവവിദ്യയാണ്. പിന്നെ പല കാര്യങ്ങൾ, ക്ഷേത്രത്തിൽ ചെല്ലേണ്ട സമയം, വഴിപാട് ചെയ്യേണ്ട സമയം, ചെയ്യേണ്ട രീതി, ഓരോരുത്തരും കൈരേഖയും ഗ്രഹനിലയും സംഖ്യാജ്യോതിഷം അനുസരിച്ച് ജപിക്കേണ്ട മന്ത്രങ്ങളുണ്ട്. അത് എങ്ങനെ ജപിക്കണം, ഏത് സമയത്ത് ജപിക്കണം എന്നുള്ള നല്ല കാര്യങ്ങളാണ്. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ, ദേവത, എവരിത്തിങ്, ഒരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ. ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. അത് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. പിന്നെ നേരിട്ട് വന്നാൽ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കേട്ടോ, അതുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. പറ്റുന്നവർക്ക്, ഞാൻ മിക്കവാറും തിരക്കിൽ തന്നെ ആയിരിക്കും, പറ്റുന്നവർക്ക്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല, മിക്കവാറും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. വിശദമായിട്ട് പറഞ്ഞു തരാം. ഈ 4 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവരെന്തു ചെയ്താലാണ് അവരുടെ ജീവിതത്തിലേക്ക് വലിയ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വന്നു ചേരുന്നത്, അതിനെന്താണ് ചെയ്യേണ്ടത്, ജീവിതം മാറാൻ കൃത്യമായിട്ട് ആ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വിശദമായിട്ട് പറഞ്ഞുതരാം. 4 നക്ഷത്രക്കാർ: ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി. ഈ 4 നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, അത് ചെയ്താൽ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ജീവിതത്തിൽ വലിയ സാമ്പത്തികം, അല്ലെ കോടികൾ, അല്ലെ ലക്ഷങ്ങൾ, വലിയ സാമ്പത്തിക ശേഷി കൈവരും എന്നുള്ളതാണ്. ഇപ്പം ഈ 4 നക്ഷത്രക്കാർ ഇപ്പം ഒരു വീട്ടിൽ തന്നെ ആണെങ്കിലും ഒന്നുകിൽ ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി, ഇതിലേതെങ്കിലും നാളുകൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതാണ് DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇതിലേതെങ്കിലും നാളുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ഭരണി മകമായിരിക്കും, അല്ലെങ്കിൽ തൃക്കേട്ട ഉത്രട്ടാതി ആയിരിക്കും, അല്ലെങ്കിൽ 2 മകമായിരിക്കും, അല്ലെങ്കിൽ 2 ഭരണി ആയിരിക്കും, അല്ലെങ്കിൽ 2 തൃക്കേട്ട ആയിരിക്കും. ഈ 4 ഏതെങ്കിലും നാളുകൾ കൂടുതൽ ആവർത്തിക്കാനുള്ള സാധ്യത ആ വീട്ടിലോ കുടുംബത്തിലോ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ അവിടെ ചന്ദ്രകർമ്മ, DNA അസ്ട്രോളജി പ്രകാരമാണ്, തമിഴ് സിദ്ധ ജ്യോതിഷ പ്രകാരം, അതായത് സിദ്ധന്മാർ ഉപയോഗിക്കുന്ന ജ്യോതിഷമാണ്, അതാണ് DNA അസ്ട്രോളജി. അപ്പം ആ വീട്ടിൽ ചന്ദ്രകർമ്മ ഉണ്ടാകും. മാത്രമല്ല വ്യാഴകർമ്മ ഉണ്ടാകും. അതാണ് മറവന ജ്യോതിഷം എന്ന് പറയുന്നത്. ചന്ദ്രകർമ്മ ഉണ്ടാകും, വ്യാഴകർമ്മ ഉണ്ടാകും. ചന്ദ്രദശയായിട്ടൊന്നും ഇതിന് ബന്ധമില്ല കേട്ടോ, ഇത് DNA അസ്ട്രോളജി വെച്ചാണ് പറയുന്നത്. അപ്പം ചന്ദ്രകർമ്മ ഉണ്ടാകും, വ്യാഴകർമ്മ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഈ 4 നക്ഷത്രക്കാർ ആ വീട്ടിലുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചില വഴിപാടുകൾ ചെയ്താൽ മാറ്റം വരും. അപ്പോൾ ഈ 4 നക്ഷത്രക്കാർ ആ കുടുംബത്തിൽ, 4 എന്ന് പറഞ്ഞാൽ ഒന്നിലധികം നക്ഷത്രക്കാർ എന്തായാലും ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി 2 മകം വരിക, 2 ഭരണി വരിക, 2 തൃക്കേട്ട വരിക, 2 ഉത്രട്ടാതി വരിക, അപ്പോൾ ഈ കർമാസ് എഫക്റ്റ് കൂടിയിരിക്കും. കുറച്ച് കൂടുതൽ ഒരു സ്ട്രഗ്ലിങ് ഉണ്ടാകാമെന്നുള്ളതാണ്. അപ്പോൾ ഭരണി മകം വരുന്നു, അല്ലെ ഭരണി തൃക്കേട്ട വരുന്നു, ഈ 4 നാളുകളിൽ ഏതെങ്കിലും 2 നാളുകളോ 3 നാളുകളോ ആവർത്തിക്കും. അപ്പോഴും അവിടെ ചന്ദ്രകർമ്മ വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു നാൾ തന്നെ 2
ഒരു കുടുംബത്തിൽ 2 പേർക്ക് ആവർത്തിച്ചാൽ കുറച്ചുകൂടി സ്ട്രഗിളിങ് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത, ജീവിതം മുഴുവൻ ഇവർക്ക് വിശ്രമമില്ല എന്നുള്ളതാണ്. എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രവർത്തിച്ചാലേ അവരുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്നാൽ ഇവർക്ക് സ്ഥിരമായിട്ട് ഒരു തൊഴിൽ തന്നെ കുറേ നാൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷേ തൊഴിലെല്ലാം ചെയ്ത് പിള്ളേരെയെല്ലാം വളർത്തിയാലും അവസാനം വരുമ്പോൾ ഒന്നും കാണത്തില്ല, നീക്കിയിരിപ്പൊന്നും കാണത്തില്ല. പക്ഷെ എന്നാൽ തൊഴിൽ കാണുമ്പോൾ നല്ല ബഹുമാന്യതയും മാന്യതയും അംഗീകാരവും ഒക്കെ കാണും. പക്ഷേ തൊഴിലിലൂടെ ഇവർ പണം സമ്പാദിക്കുകയും ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് പിള്ളേരെല്ലാം വളർന്നു കഴിയുമ്പോൾ ഒന്നും അവസാനം നോക്കും മിച്ചം കാണത്തില്ല. ജീവിതം മുഴുവൻ ഇവർക്ക് വിശ്രമമില്ലാതെ ഏതെങ്കിലും സാമ്പത്തികത്തിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരാം. ജീവിതത്തിൽ ഉടനീളം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന 4 നക്ഷത്രക്കാരാണ്. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്താൽ ഇവരുടെ ജീവിതം മാറും. അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവർക്കിപ്പം ഭൂമി, ഇങ്ങനെ സ്വത്ത്, ഭൂമി, പ്രോപ്പർട്ടി ഇതൊക്കെ കിട്ടാൻ യോഗമുള്ളവരാണ്. അപ്പോൾ ഇവർക്ക് വീതം വെച്ച് കുറച്ച് സ്ഥലം കിട്ടുന്നു, നല്ല റോഡ് സൈഡിലാണ്, ചിലപ്പം കോടികളുടെ വാല്യൂ വരും അത്. അങ്ങനെ ഇവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു സാമ്പത്തികം ഏത് വിധേനയും കടന്നു വരാൻ ചില കാര്യങ്ങൾ ചെയ്താൽ മതി. പെട്ടെന്ന് അധികം സമയമൊന്നും വേണ്ട ഇവരുടെ ജീവിതം മാറാൻ. ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, കാരണം അത്ര അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് കുടുംബദേവതയ്ക്ക് പെട്ടെന്ന് ഇവരുടെ ജീവിതം മാറും. അധികം സമയമൊന്നും വേണ്ട ഇവരുടെ ജീവിതം മാറാൻ. കുടുംബദേവതയ്ക്ക്, പിന്നെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ, പിന്നെ കൃഷ്ണനെ, ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഇവരുടെ ജീവിതം അധികം സമയം വേണ്ട, പെട്ടെന്ന് മാറും. ഇവർക്ക് സാമ്പത്തികം നിലനിൽക്കാൻ തുടങ്ങും, സാമ്പത്തികമായിട്ട് ഭാഗ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും, ഇവരിലേക്ക് സാമ്പത്തിക മാർഗങ്ങൾ വന്നു തുടങ്ങും. അല്ലെ എത്രയുണ്ടെങ്കിലും അവസാനം അനുഭവം കാണത്തില്ല. എപ്പോഴും ജോലി ചെയ്ത് വിശ്രമമില്ലാതെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പം ഞാൻ പറയുന്നത് ഇവരുടെ ജീവിതം മാറാൻ വേണ്ടി എന്ത് ചെയ്യണം, അതാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഭരണി നക്ഷത്രക്കാർ കുറേ പൊതു സ്വഭാവങ്ങൾ പറയുന്നു, അതായിക്കോട്ടെ, അതിലിപ്പം കാര്യം എന്താ, അവർ മാറാൻ എന്ത് ചെയ്യണം, അതിനോടാണ് എനിക്ക് താല്പര്യം. എങ്കിലും കുറച്ച് പൊതു സ്വഭാവം ഞാൻ പറയാം. അവർക്ക് മാറാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ഭദ്രകാളി അമ്മയ്ക്ക് കുടുംബദേവതയെ ദർശനം നടത്തി ഏതെങ്കിലും ഒരു മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച കുടുംബക്ഷേത്രത്തിൽ പോയി ഒരു ഓട്ടുവിളക്ക് മേടിച്ച് 5 തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിച്ച് സമർപ്പിക്കണം. അത് കഴിഞ്ഞ് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഒരു വെള്ളിയാഴ്ച ഒരു ചുമന്ന പട്ടും ഒരു 10-20 രൂപയുടെ എള്ളെണ്ണയും കൂടെ കൂട്ടിപ്പിടിച്ച് സമ്പത്ത് ഐശ്വര്യം ഒക്കെ നൽകണം, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് നടക്കി വെക്കുക. സാധിക്കുമ്പോഴൊക്കെ കുടുംബക്ഷേത്രത്തിൽ മാസത്തിലൊന്ന് വീതം പോവുക. അവിടെ പുരോഗമന പ്രവർത്തനം ഉണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. കുടുംബദേവതയെ മാസത്തിലൊന്ന് ദർശനം നടത്തണം. വീട്ടിലാണെങ്കിലും കർപ്പൂരം കത്തിച്ച് എൻ്റെ കുടുംബദേവതയെ, അമ്മയുടെ കുടുംബദേവതയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തൊട്ട് തൊഴണം. അതിന് കുടുംബദേവതാ ക്ഷേത്രം അറിയാത്തവർക്കും ചെയ്യാതെ കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കുന്നത് ഇത് ഇവർക്ക് വലിയ മാറ്റം വരുത്തും. 2, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. വെള്ളിയാഴ്ച കടുംബായുസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഇതെല്ലാം രാവിലെ ഒരു 6-നും 6:30 ഇടയ്ക്ക് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഒരു ഗണപതി ഹോമം ആയിട്ടൊരു ഭഗവതി സേവയും കൂടെ കൊടുക്കുക ക്ഷേത്രത്തിൽ. ഈ ചെയ്യുന്നതിൻ്റെ കൂടെ കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെ കൂടെ. അപ്പോൾ ഇത് സാധാ വെള്ളിയാഴ്ചകളിൽ കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും രാവിലെ ഒരു 6-നും 6:30 ഇടയ്ക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച, കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ഇതിൻ്റെ കൂടെ ഈ കടുംബായുസത്തിനെയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെയും കൂടെ രാവിലെ ഒരു ഗണപതി ഹോമവും ഭഗവതി സേവയും കൂടെ കൊടുക്കണം. അങ്ങനെ ആവർത്തിക്കണം, സാധിക്കുന്ന പോലെ. ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അതായത് ഇപ്പം വെള്ളിയാഴ്ച പറഞ്ഞത് സാധാ വെള്ളിയാഴ്ചകൾ ചെയ്യുക, കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും. മലയാള മാസമല്ല, കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവ, അത് അങ്ങനെ ആവർത്തിക്കണം. അപ്പം കർത്തവാവ് കഴിഞ്ഞിരുന്ന വെള്ളിയാഴ്ചയും ഗണപതി ഹോമം ഭഗവതി സേവയും ചെയ്യുന്ന കൂട്ടത്തിൽ രാവിലെ ഗണപതി ഹോമം വൈകിട്ട് ഭഗവതി സേവ, രാവിലെ കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കണം. ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. 3-ാമത്തെ കാര്യം, കൃഷ്ണന് ചില കാര്യം ചെയ്യണം. വ്യാഴാഴ്ച ഭഗവാന് തുളസിമാലയും നെയ്വിളക്കും ഒരു കൈ ചില്ലറ പിടിപ്പണവും കൂടെ സമർപ്പിക്കണം. ഇത് സാധിക്കുന്ന പോലെ വ്യാഴാഴ്ചകൾ ആവർത്തിക്കുക. വ്യാഴാഴ്ചകളിൽ അന്നദാനം ചെയ്യുക.
അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക. വ്യാഴാഴ്ചകളിൽ ആരോഗ്യസ്ഥിതി അനുകൂലമാണെങ്കിൽ ഒരിക്കലെടുക്കുക. തലേദിവസം ഒരിക്കലായിരിക്കണം, വ്യാഴാഴ്ച ഒരിക്കലായിരിക്കണം. അപ്പോൾ അത് ഒരിക്കൽ എന്ന് പറഞ്ഞാൽ രാവിലെ അരി ചേരാത്ത ഭക്ഷണം, അതായത് ചപ്പാത്തിയോ ഫ്രൂട്ട്സോ കഴിക്കാം, വെള്ളം കുടിക്കുക. ഉച്ചയ്ക്ക് ചോറുണ്ണാം, വെള്ളം കുടിക്കുക. വൈകിട്ട് അരി ചേരാത്ത ഭക്ഷണം, ചപ്പാത്തിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുക, വെള്ളം കുടിക്കുക. അത് ബുധനാഴ്ചയും ചെയ്യണം, വ്യാഴാഴ്ചയും ചെയ്യണം, 2 ദിവസം അടുപ്പിച്ച് ചെയ്യണം. അപ്പോൾ ഇത് ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്താൽ മതി. ഇനി അതല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ബുധനാഴ്ച വൈകിട്ട് തൊട്ട് നിഷ്ഠ പാലിക്കുക, വ്യാഴാഴ്ചയും കൂടെ ഒരിക്കലെടുത്താലും മതി. പക്ഷെ അതിനെക്കാട്ടി ഏറ്റവും നല്ലത് തലേദിവസം ഒരിക്കൽ ആയിട്ട് വ്യാഴാഴ്ചയും കൂടെ ഒരിക്കൽ തിന്നാൽ അത് ഫലം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ബുധനാഴ്ച ഒരു വൈകുന്നപാട് തൊട്ട് ഒരിക്കലെടുത്താൽ അതിൻ്റെ അകത്ത് നമ്മൾ ബാക്കി സമയമെല്ലാം ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് വൈകുന്നപാട് ഒരിക്കലെടുത്താൽ അതൊരു പൂർണ്ണതയാകത്തില്ല. അതുകൊണ്ട് 2 ദിവസം അടുപ്പിച്ച് ചെയ്താൽ നന്നായിരിക്കും. ഇനി ആരോഗ്യസ്ഥിതി അനുകൂലം അല്ലാത്തവർ, ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്നവർ ഒരിക്കലൊന്നും എടുക്കണ്ട, ആ പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ മതി. പിന്നെ ക്ഷേത്രത്തിൽ പറഞ്ഞ വഴിപാടുകൾ ചെയ്താൽ മതി, പെട്ടെന്ന് ജീവിതം മാറും. പിന്നെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. അല്ല, അനാഥാലയത്തിൽ കുട്ടികളുടെ അനാഥാലയം ഉണ്ടല്ലോ, അവിടെ പോയി അവർക്ക് ഭക്ഷണത്തിനുള്ള കാര്യം, അങ്ങനെ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. എഴുതി വെച്ചു, ഈ 4 നാളുകാർ പെട്ടെന്ന് രക്ഷപ്പെടും. ഇത് DNA അസ്ട്രോളജിയാണ്, തമിഴ് സിദ്ധ ജ്യോതിഷമാണ്, മറവന ജ്യോതിഷമാണ്, സിദ്ധന്മാരുടെ ജ്യോതിഷമാണ്. ഈ 4 നക്ഷത്രക്കാർ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഈ 4 നക്ഷത്രക്കാർക്ക് ചിലർക്ക് കുട്ടികൾ, ഇപ്പോൾ കുട്ടികളുടെ ഒരു ഹോസ്റ്റലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോളേജ് ആയിക്കോട്ടെ, കുട്ടികളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ ചിലർക്ക് അവസരം ഉണ്ടാകാം. മനസ്സിലായില്ല? ഇപ്പം മകം നാൾ അല്ലെ ഭരണി നാൾ, ഒരു അധ്യാപകനാണെങ്കിലും ഒരു ടീച്ചറാണ്, കോളേജ് കുട്ടികളുമായി ബന്ധപ്പെട്ട് അല്ലെ, അങ്ങനെയൊക്കെ ഒരു അവസരം ഇവർക്ക് ചിലർക്ക് ഉണ്ടാകാറുണ്ട്, എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലല്ലോ. പക്ഷേ എങ്കിലും നിങ്ങളിപ്പം കുട്ടികളുടെ അനാഥാലയം, അവിടെ പോയി അവർക്ക് വസ്ത്രമോ അവർക്ക് ആഹാരമോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അല്പം സ്നേഹമോ ഒക്കെ കൊടുക്കുക, പെട്ടെന്ന് ജീവിതം മാറും. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യാഴാഴ്ചകൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അന്നദാനങ്ങൾ അതെവിടെ വേണമെങ്കിലും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാം, പെട്ടെന്ന് ജീവിതം മാറും. ജീവിതം മാറ്റുന്ന കാര്യം പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറാൻ അധികം സമയമൊന്നും വേണ്ട, ഈ ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ. അപ്പം ഈ നക്ഷത്രക്കാരിൽ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത, ഈ ഭരണി നക്ഷത്രക്കാർക്ക് വാഹന സംബന്ധമായ തൊഴിലുകൾ, അതുപോലെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ അതുപോലെ ഡിസൈനിങ്, മെക്കാനിക്കല്, എഞ്ചിനീയറിങ്, ഫിനാൻസ് സംബന്ധമായ തൊഴിലുകൾ, പിന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റ്, അതായത് ഇപ്പം കണ്ടിട്ടുള്ള ഈ കല്യാണമല്ല ഒരു പാർട്ടി മൊത്തത്തിലെടുക്കുക, ഇവൻ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇവൻ്റ് മാനേജ്മെൻറ്റ്, ഡിസൈനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കലാപരമായിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ നല്ലതാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക്. മക നക്ഷത്രക്കാർക്കാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, എന്താണ് ബാങ്ക്, ഫിനാൻസ്, അക്കൗണ്ട്സ്, ടീച്ചിങ്, ടെക്നിക്കല്, എഞ്ചിനീയറിങ് ഒക്കെ. ഒരു മികച്ച ടീച്ചർമാരൊക്കെ ആണെങ്കിൽ മികച്ച ടീച്ചർമാരായിരിക്കും. അതുപോലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇവർ നല്ല പക്ക ഉദ്യോഗസ്ഥനായിരിക്കും. കാരണം ഇവർക്ക് വളരെ കഴിവാണ്, വളരെ ശ്രദ്ധയോടെ വളരെ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്ത് തൊഴിൽ നല്ലതായിട്ട് ചെയ്യാൻ, തൊഴിൽ നല്ല ആത്മാർത്ഥത കാണിക്കുന്നവരാണ്. അതുപോലെ ഫുഡുമായി ബന്ധപ്പെട്ട മേഖലകളും നല്ലത് തന്നെയാണ് മകൻ നക്ഷത്രക്കാർ. മകൻ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് കുടുംബജീവിതത്തിൽ അല്പം ശ്രദ്ധിക്കണം. ഒരു മധ്യവയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് കുടുംബജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതം അന്ത്യം വരെ ഒന്നിച്ച് കഴിഞ്ഞാൽ പോലും രണ്ടായിട്ട് കഴിയുന്ന അനുഭവമായിരിക്കും. കുടുംബജീവിതത്തിൽ അത്ര ഒരു സുഖം ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല അർത്ഥം, ചിലർക്കെങ്കിലും അതിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അവരുടെ ആ ഒരു കർമ്മദോഷങ്ങളൊക്കെ മാറിയാൽ ജീവിതം നല്ല സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഇവർക്ക് ചില പിടിവാശി കൂടുതലായിരിക്കും, അതൊന്നും അയഞ്ഞു കൊടുക്കണം. എല്ലാവരും ഫ്ലെക്സിബിളായിട്ട് ജീവിതം മുന്നോട്ട് പോകും, അഡ്ജസ്റ്റബിളായിട്ട് പോകണം. ചില കാര്യങ്ങളിൽ ഒരു പിടിവാശി ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പിന്നെ തൃക്കേട്ടക്കാർക്ക് എഞ്ചിനീയറിംഗ് മേഖല നല്ലതാണ്. അതൊരു ടെക്നിക്കൽ മേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് മേഖല വളരെ നല്ലതാണ്. ഇവർ വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ളവരാണ്. ഇവർക്ക് മികച്ച രീതിയിൽ തൊഴിൽ ചെയ്യാനും ഈ തൊഴിലിനോട് ആത്മാർത്ഥത പുലർത്താനും അതിൽ നേട്ടം ഉണ്ടാക്കാനും കഴിവുള്ളവർ തന്നെയാണ് തൃക്കേട്ടക്കാർ. ഉത്രട്ടാതി നാളുകാർക്ക് ടീച്ചിങ്, ടെക്നിക്കൽ മേഖലകൾ, എഞ്ചിനീയറിംഗ് മേഖലകൾ, ഫിനാൻസിങ് മേഖലകൾ ഒക്കെ നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് ടീച്ചിങ്ങിന് ഒരല്പം കഴിവ് കൂടുതലായിട്ട് ഉണ്ടാകാവുന്നതാണ്.
അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു മേഖലകളാണ്. ഇപ്പോൾ ഈ 4 നക്ഷത്രക്കാർക്കും വീട്ടിൽ നിന്ന് സമാധാനം കിട്ടാൻ അല്പം ഒരു 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 സാധ്യത കുറവാണ്. എല്ലാവർക്കും അല്ല, പൊതുഫലമാണ്. സാമാന്യമായിട്ട് എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല, പക്ഷേ എങ്കിലും ചിലർക്കെങ്കിലും ഇത് കൂടുതൽ അനുഭവമാകാം. വീട്ടിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിലൊരു സമാധാനം, ഒന്നുകിൽ ഇപ്പം കുട്ടികളാണെങ്കിൽ അവർക്ക് അച്ഛനും അമ്മയും എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ. ഇനിയിപ്പം ഈ നക്ഷത്രക്കാർ ഇപ്പോൾ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇനി ഭർത്താവാണെങ്കിൽ മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഒരു സമാധാനം കുടുംബപരമായിട്ട് കിട്ടാൻ അല്പം ഒരു ഒരു തടസ്സങ്ങൾ ഉണ്ടാകാമെന്നുള്ളതാണ്. സന്താനങ്ങളെ കൊണ്ട് മനോദുഃഖം ഉണ്ടാകാം. അതുണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരു മധ്യവയസ്സ് കഴിഞ്ഞ് ഇവരുടെ ജോലിയൊക്കെ ഒരു ഏകദേശം തീരുന്ന കാലഘട്ടം തൊട്ടത് കൂടുതലായിട്ട് അനുഭവപ്പെട്ടു. അതുവരെ ഇവരുടെ മക്കൾ ഇവരെ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുന്നവരായി. ഇവരുടെ ഒരു ജോലിയുടെയൊക്കെ ഒരു അന്ത്യം വരുമ്പോഴത്തേന് പിന്നെ ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് കുറേ ഒരു മനോദുഃഖങ്ങൾ ഉണ്ടാകാം. എല്ലാവരുടെയും കാര്യമല്ല, ഇത് പൊതുവായിട്ട് പറയുന്ന ഫലമാണ്, എങ്കിലും ചിലർക്കെങ്കിലും അനുഭവപ്പെടാം. അപ്പോൾ ഇതിനെല്ലാം ഈ പരിഹാരം ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാ പരിഹാരവും ഉണ്ട്. കുടുംബദേവത, അമ്മയുടെ കുടുംബദേവതയ്ക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കൃഷ്ണന് ഈ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. പിന്നെ വ്യാഴാഴ്ച ഒരിക്കലെടുക്കാൻ പറ്റുന്നവർ ഒരിക്കലെടുക്കുക, വ്യാഴാഴ്ച അന്നദാനം ചെയ്യുക. കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇപ്പം കുട്ടികൾക്ക് അനാഥാലയത്തിലെ കുട്ടികളായിക്കോട്ടെ, അവർക്ക് പഠനോപകരണങ്ങൾ, ഫുഡ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. പെട്ടെന്ന് ജീവിതം മാറും, കർമാസ് പെട്ടെന്ന് ന്യൂട്രലൈസ് ആവും. കാരണം ഈ ചന്ദ്രകർമ്മ എന്ന് പറഞ്ഞാലും ചന്ദ്രൻ്റെ മറവിൽ അത് വ്യാഴവും കൂടെ ഉണ്ട്. അതാണ് ഈ DNA ആസ്ട്രോളജിക്ക്. അപ്പോൾ അത് കൃത്യമാണ്. ഇപ്പം ഇവരിൽ പലർക്കും കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തൊഴിൽപരമായിട്ട് ജോലി ചെയ്യാനും ചിലർക്കൊക്കെ ഒരു അവസരങ്ങൾ കിട്ടാറുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഈ പരിഹാരങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇവർക്ക് വീട്, ഭൂമി, സ്വത്തുക്കൾ ഒക്കെ കൈവരാൻ യോഗമുള്ളവർ തന്നെയാണ്. ഒരു തൊഴിൽ തന്നെ കുറേ വർഷങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. സമ്പത്ത് ഉണ്ടാകുന്നത് അധികം സമയം വേണ്ട ഇവർക്ക്, പക്ഷേ ഈശ്വരാധീനം വരണം. ഞാൻ പറഞ്ഞതിന് വേറൊരു അർത്ഥങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഈ ഈശ്വരാധീനമില്ലെങ്കിൽ ഇവർ ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടതായി വരും. അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഞാൻ പറഞ്ഞത്. ഈശ്വരാധീനമില്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഈ പറയുന്ന ഈശ്വരാധീനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇവരുടെ ജീവിതം മാറാൻ അധികം സമയവും വേണ്ട. സമ്പത്തും ഐശ്വര്യവും, ലക്ഷക്കണക്കിന് ധനം, അല്ലെ കോടിക്കണക്കിന് അസറ്റുകളെ, പ്രോപ്പർട്ടികളെ ഇപ്പോൾ വീതം വെച്ചാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഭൂമി, വീട് ഒക്കെ ഇവർ കാശ് മുടക്കാതെ തന്നെ ഭൂമിയോ വീടോ ഇവർക്ക് കിട്ടാനുള്ള യോഗമുള്ളവരാണ്. ചിലപ്പോൾ ഒരു വീട്ടിലെ ഇളയ ആളായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് വീട്ടിലെ മറ്റുള്ളവർ ഇവർക്ക് ചിലപ്പം കൊടുക്കാം, ഇവർക്ക് ഇരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെയൊക്കെ ഒരു ഭൂമി, സ്വത്ത് കാര്യങ്ങളൊക്കെ കൈവരാൻ ഭാഗ്യമുള്ളവരാണ്. പക്ഷെ അതിന് ചിലപ്പോൾ ഈശ്വരാധീനം കൂടെ വേണം. അതിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ചെയ്യുമ്പോഴേ ഇവരുടെ ജീവിതം പെട്ടെന്ന് മാറുന്നത്. അല്ലാതെ ആ ചെയ്യേണ്ട കാര്യം ചെയ്യുമ്പോഴാണ് ജീവിതം പെട്ടെന്ന് മാറുന്നത്. അപ്പം ഈ 4 നക്ഷത്രക്കാർ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാകും, ജീവിതം മാറും, ഒരു സംശയം വേണ്ട. ഇനി ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ 4 നക്ഷത്രക്കാരുടെ കാര്യമല്ല, പൊതുവായിട്ടൊരു രഹസ്യവിദ്യ പറഞ്ഞുതരാം. അത് ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതാണ്, പക്ഷേ അതേ ആളുകൾ കണ്ടിട്ടില്ല. എന്തെങ്കിലും അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. അത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും കടന്നു വരാൻ നിങ്ങൾ ഈ ഒരു ശിവവിദ്യ ചെയ്താൽ മതി. നിങ്ങൾ ആരെ കാണുമ്പോഴും, ആരുമായിട്ട് സംസാരിക്കുമ്പോഴും, ആരെ ചിന്തിക്കുമ്പോഴും മനസ്സിൽ ശിവോഹം എന്ന് ജപിക്കുക. ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് കറുത്ത രൂപത്തിൽ. അതിനുശേഷം നിങ്ങൾ ഹൃദയത്തിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കണം. നെഞ്ചിൻ്റെ ഉള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് എനിക്ക് ആരോടും ഒരു വിരോധമില്ലാതെ മനസ്സിൽ ആ ഒരു വാചകം പറയുക. ഒരാളെ കാണുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ, പിന്നെ ഒരാളെ ചിന്തിക്കുമ്പോൾ ഒക്കെ ഇത് ചെയ്യുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കുക. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെയ്യുക. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നും ചെയ്യണ്ട. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ആരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ആദ്യം ശിവോഹം ഒന്ന് പറയുക. ഇത് എല്ലാം ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാം. മനസ്സുകൊണ്ട് കണ്ണ് തുറന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. ഹൃദയത്തിലായിരിക്കണം മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുന്നത്. ശിവോഹം പറയുക, ഒരു കറുത്ത ശിവലിംഗം ധ്യാനിച്ചു. എന്നിട്ട് എനിക്ക് ആരോട് യാതൊരു വിരോധമില്ല എന്ന് ആ ശിവലിംഗത്തെ ശ്രദ്ധിച്ചു പറയുക.
ആരോട് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഇത് ചെയ്യുക. അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറും. നിങ്ങൾക്ക് അപാരമായ വശ്യമുണ്ടാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ശിവഭഗവാൻ നടത്തി തരും. നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കും. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയായിരിക്കും നിങ്ങൾ. ഇത് ചെയ്ത് ഞാനിപ്പം കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞു, പക്ഷേ അധികം ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. വീഡിയോയുടെ അവസാനമാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ് ചെയ്ത ചില ആളുകൾക്ക് അപാരമായ അനുഗ്രഹങ്ങളുണ്ടായി, മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അതൊരു അനുഭവത്തിൽ നിന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് പേരോട് കേൾക്കട്ടെ, കുറച്ച് പേർക്ക് ഉണ്ടാകട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ്. ഒരു ശിവവിദ്യയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറും, തൊഴിലെടുത്ത പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. നിങ്ങൾ ഏറ്റവും സന്തോഷവാനായിരിക്കും. നിങ്ങളിലേക്ക് പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാ ഐശ്വര്യങ്ങളും ആകർഷിക്കപ്പെടും. അപാരമായ വശ്യമുണ്ടാവും. നിങ്ങൾ അന്ന് വരെ കണ്ടിട്ട് പരിചയം ഉണ്ടായിട്ട് പോലും മിണ്ടാത്ത പോകുന്നവർ നിങ്ങളെ ഇങ്ങോട്ട് കയറി മിണ്ടും. പരിചയമില്ലാത്തവർ പോലും ഇങ്ങോട്ട് വിഷ് ചെയ്യും. നിങ്ങൾ പറയുന്ന കാര്യം എല്ലാവരും അംഗീകരിക്കും. അപാരമായ വശ്യമുണ്ടാവും. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും എപ്പോഴും നിങ്ങൾ സന്തോഷവാനായിരിക്കും. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഏത് മേഖലയാണെങ്കിലും അതിൽ ഏറ്റവും മികച്ച വ്യക്തിയാകും. നിങ്ങളുടെ പ്രൊഫഷണലല്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഏതായാലും ഇദ്ദേഹം പറഞ്ഞു ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. ഒരു ദിവസം ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 2 ദിവസം ചെയ്ത് നോക്കുക. എന്നിട്ട് ഗുണമുണ്ടായ ബാക്കി ചെയ്താൽ മതിയെന്നേ, അല്ലെ വിട്ടേർന്നേ. ഇത് ഒരു ദിവസം പലതവണ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കാണുമ്പോഴോ ആരെങ്കിലും നമ്മൾ കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെ ഇത് മനസ്സിൽ ഇത് പറയുക. അങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു ദിവസം തന്നെ പലതവണ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആളുകൾ ഇതുവരെ കണ്ടിട്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാത്തവർ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യുക. ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ അത് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പറയുന്ന അതുപോലെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എന്ന് വെച്ചാൽ ഇതിനപ്പുറത്തൊരു ശിവവിദ്യ, അൻപേ ശിവ എന്നാണ്. ആ ഒരു ശുദ്ധ ബോധം, ആ ഒരു ശുദ്ധമായ സ്നേഹമാണ് ഈശ്വരൻ. അതാണ് ശിവൻ. നിങ്ങൾ ശിവനെ ആ നിമിഷം മുതൽ അറിയാൻ തുടങ്ങുകയായി. അവിടെ മന്ത്രവും ഇല്ല, ഒന്നുമില്ല. നിങ്ങളെങ്ങും പോകണ്ട, ഒരു വഴിപാട് ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ശിവൻ അപ്പം തന്നെ ആ ശിവബോധം നിങ്ങളിലേക്ക് വരികയായി. നിങ്ങൾ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒക്കെ ഭഗവാൻ നടത്തി തരും. ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യുന്നത് തെറ്റില്ലല്ലോ, ഒരു നല്ല കാര്യമല്ലേ. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഓം കൃഷ്ണ ശിവോ.